ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇമോഷണൽ ലോസ്, സാക്രിഫൈസ്, ത്രോട്ട് ചക്ര. അപ്പോൾ കറൻലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് അവസ്ഥയിലൂടെ പോകുന്ന ഒരു ബന്ധമാണിതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അത് ഒരാളെ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ ചില കേസസിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിഷമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധം തിരിച്ചറിയുന്ന ഒരവസ്ഥയായിരിക്കും. എങ്കിലും ഒരാൾ വളരെയധികം കാര്യമായിട്ട് മാനസിക ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ നഷ്ടബോധത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ചിലപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവാം. ചില റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരാൾ വളരെ ഡൊമിനൻ്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ കാണാം, മറ്റൊരാൾ എല്ലാം അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഈ അനുസരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു കണക്ഷൻ വിട്ടു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടൊക്കെ ആയിരിക്കും അനുസരിക്കേണ്ടി വരുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ മറ്റൊരാളെ അനുസരിക്കേണ്ടി വരുന്ന ഒരാവശ്യമില്ല. അപ്പോൾ അത് ആ ഒരു പാർട്ട്ണർ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ആ ഒരു വിടവ് വളരെ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ത്രോട്ട് ചക്രയാണ്. കമ്മ്യൂണിക്കേഷൻ, അതാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആവശ്യം. വളരെ വ്യക്തമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ആവശ്യമാണെന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നല്ലതുപോലെയുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. അത് തന്നെയാണ് ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ കുറച്ചുകൂടി ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്കൊക്കെ പോകാനായിട്ട് കാരണമായിട്ട് മാറുന്നൊരു കാര്യം. അപ്പോൾ മറ്റൊരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഒരു അകൽച്ച, വിഷമമൊക്കെ മാറ്റാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യണം. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ട് സാധ്യമാവുന്നുണ്ടാവില്ല, അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം സാധ്യമാവാത്ത, അല്ലെങ്കിൽ മനസ്സ് വെക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഫാക്ടറായിട്ട് ഈ റിലേഷൻഷിപ്പിനകത്ത് നിലകൊള്ളുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ വളരെ തീവ്രമായിട്ടുള്ളൊരു കാഠിന്യാവസ്ഥയിലൂടെ അല്ലെങ്കിൽ നഷ്ടബോധത്തിലൂടെയൊക്കെ പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളായിരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓവറോൾ എനർജി ആയതുകൊണ്ട് ആരുടെ എനർജി വേണമെന്നുണ്ടെങ്കിലും കയറി വരാം. ഇനി ഇതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗ മനോഭാവത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ, ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് കാണാം. ചിലരങ്ങനെയല്ല, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു സ്വയം ത്യാഗം ചെയ്യുന്നൊരവസ്ഥയിലൂടെ പോകുന്നൊരു എനർജി ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ ആയിരിക്കും അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു എനർജിയുള്ള റിലേഷൻഷിപ്പാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവരെന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ ശ്രമിക്കാം.
Strength, Three of Swords, King of Wands, Five of Swords, Seven of Wands, Moon, Seven of Swords, Nine of Cups, Hermit, Princess of Swords, Ace of Pentacles, Ten of Swords, Five of Wands, Devil, Eight of Swords, and Judgment. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നിങ്ങളുടേത്. നമ്മൾ നേരത്തെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ കണ്ടതാണ് അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരാൾ വളരെയധികം എനർജി ഡ്രെയിൻഡായി വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയൊക്കെ നമ്മളവിടെ കണ്ടതാണ്. ഇൻ ദ സെയിം വേ ഇവിടെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഫൈറ്റ്സ്, കോംപ്ലിക്കേഷൻസ്, വാക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, ചിലപ്പോൾ ഒരു വ്യക്തി ഒന്ന് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. കാരണം ഇവരുടെ ഒരു എനർജിയിൽ നമുക്കതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു പരിധി വരെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച കാര്യങ്ങൾ നല്ലതുപോലെ ധാരണയുള്ള ഒരു പേഴ്സണാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെ ഒരു ഫേക്ക്നെസ് ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണിത് ഒരു റിലേഷൻഷിപ്പിനകത്തും ജെനുവിനായിട്ട് ഉണ്ടാവാൻ ഉള്ളൊരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത സംഗതിയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് തന്നെ അറിയാം, അവർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുണ്ട്, നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു പേഴ്സൺ അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് കള്ളങ്ങൾ പറയാം. ചിലപ്പോൾ കള്ളങ്ങൾ നമ്മളെന്തെങ്കിലും കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അക്സെപ്റ്റ് ചെയ്യാതെ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും അവർ കൂടുതൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതായത് അത്രത്തോളം ഒരു വ്രണപ്പെടുത്തുന്ന ഒരവസ്ഥ, മാനസികമായിട്ട് ഒരു മെൻ്റൽ ട്രോമയൊക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ് തന്നിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. അപ്പോൾ അവർ പറയുന്നത് ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് റിലീസ് ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെയിൻ അവർക്കറിയാം, അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വരാനായിട്ട് ശ്രമിക്കാൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു ഹൈഡിങ് എനർജി, അല്ലെങ്കിൽ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് നമ്മളെ മെൻ്റലി തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ, തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സിങ് അപ്പ് ഓഫ് എനർജീസിൽ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു വ്യക്തി സഹിക്കാവുന്നതിലപ്പുറം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ആ ഒരു സെവൻ ഓഫ് സോഡ്സ് എനർജി, ഫൈവ് ഓഫ് സോഡ്സ് എനർജി, ഒരു മൈൻഡ് ഗെയിം. അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓഫ് വാൺസ് എനർജി, ടെൻ ഓഫ് സോഡ്സ് എനർജി. ഇപ്പോൾ അത്രത്തോളം പെയിൻഫുള്ളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളിത് അത്രത്തോളം പ്രിയപ്പെട്ടതായിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തരാനായിട്ട് ഈ ഒരു ബന്ധത്തിന് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ ചീറ്റ് ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ഫേസ് ഇട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് തരുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്രോമയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരുപാട് ദുഃഖിക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ കറൻലി മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നിങ്ങളതിൽ നിന്ന് പുറത്ത് വരണം, അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്ത് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇതിനകത്ത് തളർന്നു പോകരുത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളതായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കള്ളത്തരങ്ങൾ പറഞ്ഞതോ,
അല്ലാന്നുണ്ടെങ്കിൽ സത്യം മറച്ചു വെച്ചത് അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ അവർക്കപ്പോൾ ഡിഫെൻസീവായിട്ട് നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അത്തരത്തിൽ മുന്നോട്ട് പോയതെന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരു ഫോൾസ് വിക്ടറിക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളോട് തല്ലുകൂടിയതായിക്കോട്ടെ, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയതൊക്കെ അവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത്. അതായത് അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. നിങ്ങളുടെ ഭാഗത്താണ് ശരി. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്ത കാര്യമാണ്. പക്ഷേ അവർ നിങ്ങളോടത് പറയാണ്. അവരുടെ ഒരു സിറ്റുവേഷൻ അതായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയതെന്നുള്ളതാണ്. കറൻറ്റ്ലി ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യത്തിലും അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി അല്ല. ഇപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേദനിപ്പിച്ചിട്ടുള്ളതൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ അവരതിനകത്തൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു ടൈം പീരീഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിപ്പോൾ ആരുടെയും വാക്കുകൾ കേൾക്കുന്നില്ല. സ്വയം അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു മിസ്റ്റേക്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം അവർക്കിപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയതും, നിങ്ങളിപ്പോൾ വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതും ഒക്കെ അവർ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏകാന്തതയിൽ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ തെറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിക്കോട്ടെ, അവർ കുറച്ചുകൂടി ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയാണ്. എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഒരു പുകമറയ്ക്കകത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പല കാര്യങ്ങളും അനലൈസ് ചെയ്യാനായിട്ട്, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ശ്രമിക്കുന്ന ഒരു സ്റ്റേജായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനകത്തും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. സ്വയം കുറച്ച് സമയം മാറ്റിവെച്ച് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്റ്റേജായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. ദാറ്റ് മീൻസ് അവർ ഇത്രയും വലിയൊരു കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ്. നമ്മളതൊക്കെ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു മനസ്സിനകത്ത് നിങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷേ അങ്ങനെയായിരിക്കാം നിങ്ങൾ വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് തളർന്നു പോയിരിക്കുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കിയത് നിങ്ങളെ സ്പൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഫൈറ്റ്സോ ആർഗ്യുമെൻറ്റ്സോ, അല്ലാന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയോ, അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പെയിൻ, അല്ലെങ്കിൽ എന്ത് സംഗതി ആയിക്കോട്ടെ, അതെല്ലാം അവസാനിച്ചു, അല്ലെങ്കിൽ അതെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും അത് നമ്മൾ പറയില്ലേ, വീണ്ടും അത് കുത്തിപ്പൊക്കി നടക്കുക, അല്ലെങ്കിൽ ആ ഒരു വ്രണപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇതവിടെ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്താണെന്നുണ്ടെങ്കിലും നിങ്ങളത് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു എനർജിയാണ്. ഒരിക്കലും അത് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് കടന്നു വരാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിട്ടുപോകണം എന്നുള്ളൊരാഗ്രഹം അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ അറിയാം നിങ്ങൾ എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവരെ എത്തിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാടൊരു ട്രോമ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതും ചുമന്നുകൊണ്ട് നിങ്ങൾ ഇനി ഇരിക്കരുത്. ഇതെല്ലാം ഇതിനെല്ലാം ഒരു മാറ്റം വേണം എന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ. ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാറ്റം ഇതിനകത്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കണം. അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഇതിനകത്ത് വേണ്ടുന്ന ഒരു ആവശ്യകതയെല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ അൺഹെൽത്തി പാറ്റേൺസ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയിൽ ഒബ്സസ്ഡ് ആയിരുന്നിരിക്കാം. ആ ഒരു പേഴ്സൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്, ഞാനതിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കാം പോയിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ അതായിരിക്കാം ചിലപ്പോൾ ഇതിനകത്തൊരു സ്റ്റക്നെസ് വരുത്തിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മളതിൻ്റെ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ചിലവരത് തിരിച്ചറിയില്ല. ഞാൻ ഇന്നൊരു സ്റ്റേജിലാണ്. സോ ഞാനതിന് വഴിമാറി കൊടുത്തു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അടുത്തൊരു അവസരത്തിന് യൂണിവേഴ്സ് നമുക്ക് വഴി തരുവുള്ളൂ എന്ന് ചിലർ മനസ്സിലാക്കില്ല. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു നെഗറ്റീവ് വൈബ് ആയിക്കോട്ടെ, ഇപ്പം നമ്മളെ മോശമായിട്ട് വയ്ക്കുന്ന ഒരു കാര്യം ആയിക്കോട്ടെ, നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രതികാരം ആയിക്കോട്ടെ, അതിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് പോയാൽ തന്നെ അത് പോസിറ്റീവ് ആവില്ല. കാരണം നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും എവിടെയും കാണാം. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു പരിധി വരെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളോട് സ്നേഹം കാണിച്ചിട്ടുണ്ടാവാം.
ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ളൊരു അൺഹെൽത്തി പാറ്റേണൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാടുള്ളൊരു സ്നേഹം, അറ്റാച്ച്മെൻറ്റ്, പൊസസീവ്നെസ് കൊണ്ട് ഇതിനകത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ പുറത്ത് വരണം, അല്ലെങ്കിൽ പുറത്ത് കടക്കണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ഡെവിളിനെ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു ജഡ്ജ്മെൻ്റ് ആണ്, ദൈവവിധിയാണ്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും തെറ്റുകുറ്റങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്ന അവസ്ഥകളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ അതെല്ലാം മായ്ച്ച് കളയാനായിട്ട് അവർ റെഡിയാണ്. നിങ്ങളും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. എങ്കിൽ ഇതിനകത്ത് വീണ്ടും ഒരു നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പോൾ മറ്റൊരു ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലുള്ള നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അവരുടെ ഒരു തെറ്റുകൾ, കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉരുത്തിരിഞ്ഞ് വരാനോ ശ്രമിക്കരുതെന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് കയറി നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് വിഷമിപ്പിക്കാനും, കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് കൂട്ടുക എന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ആ ഒരു ആങ്സൈറ്റി, പ്രഷറൊക്കെ കൊടുത്ത് തല പുണ്ണാക്കുന്നതിന് പകരം തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു നല്ലൊരു മാറ്റം വരാനാണ് ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങളും തയ്യാറാവണം എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അതാണ് അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പലപ്പോഴും ഫൈറ്റ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോയിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. ഇതിനകത്ത് നമ്മളൊരു യുദ്ധഭൂമി എന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവരോട് വഴക്കിടുക, അവർ നിങ്ങളോട് വഴക്കിടുക, നിങ്ങളെ ജയിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയാം. അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രക്ഷുബ്ധമായിട്ടുള്ള രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് വീണ്ടും കഴിഞ്ഞതൊന്നും കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്ന് വീണ്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ഈ ഒരു ചീറ്റിംഗ് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്ന രീതിയിൽ പോകാൻ ഉള്ള ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അതാണ് അവർ ആ ഒരു മൈൻഡിലേക്ക് നിങ്ങളും എത്താനാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവറോളായിട്ട് ഈ ഒരു പേഴ്സൺ എനർജി ഇങ്ങനെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അത് വലിയൊരു ആശ്വാസമാണ്. തെറ്റ് അംഗീകരിക്കാത്തൊരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാം. അപ്പോൾ അവർ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു അപ്പോളജി പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന ഒരു എനർജിയൊന്നും നമുക്കിവിടെ വന്നിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അവർ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും ഒരു റീസ്റ്റാർട്ടിന് അവർ തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അവർ തയ്യാറാണ്. അതൊക്കെ നമുക്കവിടെ കാണാം. അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ, ആ പാസ്റ്റൊന്നും കുത്തിപ്പൊക്കാതെ പോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അത്രയും ഹൃദയത്തിൽ തൊട്ട് മാപ്പ് പറയാമെന്നൊക്കെ പറയുന്ന ഒരു എനർജിയൊന്നും നമുക്കിവിടെ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓൾഡ് ചാപ്റ്റേഴ്സ് എല്ലാം ക്ലോസ് ചെയ്ത് ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാനായിട്ട് ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങളും കൂടി അത് അംഗീകരിക്കണം എന്നൊക്കെയുള്ള ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് പോലും അതിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ ഏത് തരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്നൊക്കെ അറിയുന്നതിനും കൂടി വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ നിങ്ങളുടെ എനർജി കണ്ടതാണ്. നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ്, ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മടങ്ങി വരുന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമേ ഉണ്ടാവുള്ളൂ. ചില കേസസിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്, ചിലവർ സ്വയം സെൽഫായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ, വിഡ്രോ ചെയ്ത് പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി, നമ്മൾ നേരത്തെ ഓവറോൾ എനർജി നോക്കിയതിൽ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ വിഡ്രോ ചെയ്ത് പോകുന്നൊരു കൂട്ടത്തിലല്ല. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ വലിയ സ്നേഹമാണ് എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്, സ്ട്രോങ് റീകൺസിലേഷനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.